ഒരു സിംഗിൾ ഇമേജ് കംപ്ലീറ്റ് ആയി എഡിറ്റ് ചെയ്യാനും അതിനെ റിയലിസ്റ്റിക് സിനിമാറ്റിക് ആനിമേഷനാക്കി മാറ്റാനും ഇനി മണിക്കൂറുകൾ വേണ്ട, ഏതാനും മിനിറ്റ്സുകൾ മാത്രം മതി. visualgpt.io എന്ന ക്രിയേറ്റീവ് AI പ്ലാറ്റ്ഫോമാണ് ഇന്ന് ചെക്ക് ചെയ്യുന്നത്. ഇമേജ് എഡിറ്റിംഗിനും വീഡിയോ ജനറേഷനും വേണ്ടി Seedream 5.0, GPT Image 2, Seedance 2.5, Minimax H3 തുടങ്ങിയ നിരവധി പവർഫുൾ AI മോഡൽസ് ഈ ഒറ്റ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഈ ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് ഒരു ഫിനിഷ്ഡ് 3D റെൻഡർ എത്രത്തോളം പ്രൊഫഷണലി അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കൂടാതെ ഈ ഒരു വീഡിയോയുടെ അവസാനം 3 പേർക്ക് 1000 വിഷ്വൽ GPT ക്രെഡിറ്റ്സ് ഗിവ് അവേ ആയി നൽകുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം അറിയുന്നതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എച്ച് മീഡിയ. വിഷ്വൽ GPTയുടെ ഇന്റർഫേസ് ആണ് ഇവിടെ കാണുന്നത്. ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഡെയിലി ഫ്രീ ക്രെഡിറ്റ്സ് അവൈലബിൾ ആണ്. വിഷ്വൽ GPT എന്നത് ഇതൊരു സിംഗിൾ AI മോഡൽ മാത്രമുള്ള പ്ലാറ്റ്ഫോം അല്ല. Seedream 5.0 Pro, GPT Image 2, Seedance 2.5, Minimax H3 തുടങ്ങിയ നിരവധി മോഡലുകൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ആദ്യമായി വിഷ്വൽ GPTയിലെ AI ഇമേജ് എഡിറ്റർ എന്ന ഫീച്ചർ യൂസ് ചെയ്ത് ഇവിടെ കാണുന്ന ഈ ഒരു ഡേ ടൈം ആർക്കിടെക്ചർ റെൻഡറിനെ ഒരു റിയലിസ്റ്റിക് നൈറ്റ് ടൈം റെൻഡറാക്കി മാറ്റാൻ പോവുകയാണ്. AI ഇമേജ് എഡിറ്റർ എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇതിലേക്ക് ഇമേജസ് ആഡ് ചെയ്യുന്നതിനായി നമുക്കിതിലേക്ക് ഡ്രാഗ് ചെയ്തോ ഇതിൽ ക്ലിക്ക് ചെയ്തോ ഇമേജിനെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്മുടെ ഇമേജിനെ ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഇമേജ് ഇതിൽ ആഡ് ആയതായി ഇവിടെ കാണാവുന്നതാണ്. ഇനി ഒരു ഇമേജ് എഡിറ്റിംഗ് ചെയ്യുന്നതിനായി നമുക്ക് ആവശ്യമുള്ള മോഡൽസ് ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിൽ ആദ്യം GPT Image 2 ആണ് ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇതിൽ സെലക്ട് ചെയ്യാം. ഇനി ഒരു ഇമേജിൽ നമുക്ക് വരുത്തേണ്ട ചേഞ്ചസ് ഈ ഒരു പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഒരു പ്രോംപ്റ്റ് ആണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേത് ഈ ഇമേജിൽ നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങളാണ്. രണ്ടാമത്തേത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്താൻ പാടില്ലാത്തത്. അങ്ങനെ സിമ്പിളായി നമുക്ക് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രം ഈ ഒരു പ്രോംപ്റ്റ് എന്ന സെക്ഷനിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ ഇമേജ് ആസ്പെക്ട് റേഷ്യോ, റെസൊല്യൂഷൻ തുടങ്ങിയാണ് ഇതിൽ സെറ്റ് ചെയ്യേണ്ടത്. നമുക്കിതൊരു വൈഡ് റെൻഡർ ആയതുകൊണ്ട് 16:9 എന്ന ഈ ഒരു ആസ്പെക്ട് റേഷ്യോ ഞാൻ ഇതിൽ സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു ജനറേഷനിൽ എത്ര ഇമേജസിനെ ജനറേറ്റ് ചെയ്യണം, അതുപോലെ റെസൊല്യൂഷൻ, ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ക്വാളിറ്റിയുടെ ലോ, മീഡിയം, ഹൈ എന്നിങ്ങനെ 3 സെക്ഷനുകൾ ഇതിൽ കാണാവുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇവിടെ ക്രെഡിറ്റ് യൂസ് ആകുന്നത്. ഹൈ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ ക്രെഡിറ്റ് ഇതിൽ യൂസ് ആകുന്നതായി കാണാവുന്നതാണ്. നമുക്കിതിൽ മീഡിയം തന്നെ സെലക്ട് ചെയ്യാം. ഇനി ജനറേറ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിനെ ജനറേറ്റ് ചെയ്യാം. ഇവിടെ 20 to 60 seconds ആണ് ഒരു ഇമേജിൻ്റെ ജനറേറ്റിംഗ് ടൈം വരുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇമേജ് ഇതിൽ ജനറേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ജനറേറ്റ് ആയ ഒരു ഇമേജിനെ ഡൗൺലോഡ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്ത ഈ ഒരു ഡേ ടൈം റെൻഡർ ഒരു പ്രോപ്പർ നൈറ്റ് ടൈം റെൻഡറായി ഇത് ലഭിച്ചിരിക്കുകയാണ്. ജിയോമെട്രിയിലൊന്നും യാതൊരു മാറ്റവുമില്ലാതെയാണ് ഈ റെൻഡർ ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ യൂസ് ചെയ്ത അതേ ഡേ ടൈം റെൻഡർ മറ്റൊരു മോഡൽ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യാം. Seedream 5 Pro ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെയിം പ്രോംപ്റ്റ് തന്നെയാണ് ഞാൻ ഇതിലും സെറ്റ് ചെയ്യുന്നത്. ആസ്പെക്ട് റേഷ്യോ, ഓട്ടോ എന്ന ഓപ്ഷൻ നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്പർ ഓഫ് ഇമേജസ്, ഇമേജ് റെസൊല്യൂഷൻ എല്ലാം ഡിഫോൾട്ടായി തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ജനറേറ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇമേജ് ഇതിൽ ജനറേറ്റ് ആയിരിക്കുകയാണ്. Seedream യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഇമേജ് ആണ് ഇവിടെ കാണുന്നത്. നേരത്തെ നമ്മൾ GPT Image 2 യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇമേജ് ഇതിൽ ജനറേറ്റ് ചെയ്തിരുന്നത്. ജിയോമെട്രീസിലൊന്നും മാറ്റമില്ലാതെയാണ് രണ്ടിലും ഇമേജസിനെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. Seedream യൂസ് ചെയ്ത് ഇമേജിനെ ജനറേറ്റ് ചെയ്തപ്പോൾ ഇതിലെ മെറ്റീരിയൽസ് ആൻഡ് ടെക്സ്റ്റേഴ്സ് കൂടുതൽ വിസിബിളായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഒരു പ്രീമിയം ആർക്കിടെക്ചർ റെൻഡർ സ്റ്റൈലിലാണ് നമുക്ക് ഈ ഒരു ഇമേജ് ഇതിൽ ജനറേറ്റ് ആയി ലഭിച്ചിരിക്കുന്നത്. GPT 2ൽ ജനറേറ്റ് ആയ ഒരു ഇമേജ് സിനിമാറ്റിക് ആൻഡ് ഡാർക്ക് മോഡിലാണ് ഇവിടെ ജനറേറ്റ് ആയിരിക്കുന്നത്. ഒരു ലേറ്റ് നൈറ്റ് സീനായി നമുക്കിതിനെ കാണാവുന്നതാണ്. ഇനി അടുത്തതായി നമ്മളിതിലെ AI വീഡിയോ ജനറേറ്ററാണ് ചെക്ക് ചെയ്യുന്നത്. ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നതിനായി ഡേ ടൈം റെൻഡർ തന്നെയാണ് ഞാൻ ഇതിൽ ആദ്യമായി ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ട മോഡൽ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ Seedance 2.5, Minimax, Seedance 2.0, Grok, Veo 3 അങ്ങനെ ധാരാളം AI വീഡിയോ ജനറേറ്റർ മോഡൽസ് ഇതിൽ കാണാവുന്നതാണ്. നമ്മളിതിൽ ആദ്യമായി Seedance 2.5 എന്ന ഈ ഒരു മോഡൽ തന്നെയാണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതിനായി നമുക്കിതിൽ പ്രോംപ്റ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ക്യാമറ മൂവ്മെൻറ്റ്സിനെ കുറിച്ചെല്ലാം
നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെയും ഇമേജ് ജനറേറ്ററിലെ പോലെ പ്രിസർവ് ദ എക്സാക്ട് ബിൽഡിംഗ് ജോമെട്രി, റൂഫ്, വിൻഡോ, ഡോർസ്, ബാൽക്കണീസ്, മെറ്റീരിയൽസ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് എന്നിങ്ങനെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു പ്രോംപ്റ്റ് ഇതിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ എനേബിൾ സൗണ്ട് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ വീഡിയോക്കനുസരിച്ച് ഇതിൽ സൗണ്ട്സ് ആഡ് ആകുന്നതാണ്. അടുത്തതായി ഇതിൽ ആസ്പെക്ട് റേഷ്യോ ആണ്. നമുക്കിതിൽ ഓട്ടോ എന്ന ഈ ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യേണ്ട വീഡിയോയുടെ ആസ്പെക്ട് റേഷ്യോ നമുക്കിവിടെ നിന്ന് മാനുവലായി ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതുമാണ്. ഇനി ഡ്യൂറേഷൻ ആണ്. കൂടുതൽ ഡ്യൂറേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ക്രെഡിറ്റ്സും യൂസ് ആകുന്നതാണ്. എപ്പോഴും വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം 5 to 8 seconds ജനറേറ്റ് ചെയ്ത ശേഷം അത് ഓക്കെ ആണെങ്കിൽ മാത്രം ലോങ്ങർ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിലൂടെ അൺനെസസറി ക്രെഡിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ ക്വാളിറ്റിയും ഡ്യൂറേഷൻ പോലെ തന്നെ ലോവറായി സെലക്ട് ചെയ്ത് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു 480 പിക്സൽ എന്ന ഒരു ക്വാളിറ്റിയാണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ 200 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് ഒരു 8 second വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനായി എടുക്കുന്നതെന്ന് ഇവിടെ കാണാവുന്നതാണ്. ഇനി ഒരു ജനറേറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ ജനറേറ്റ് ചെയ്യാം. 48 minutes ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ജനറേഷൻ ഇവിടെ ടൈം കാണിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിരിക്കുകയാണ്. നമുക്കിത് പ്ലേ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ലോ റെസൊല്യൂഷൻ സെലക്ട് ചെയ്ത കാരണം നമ്മുടെ വീഡിയോ ഇതുപോലെ ബ്ലറായാണ് നമുക്കിവിടെ കാണുന്നത്. അടുത്തതായി AI വീഡിയോ ജനറേറ്റർ യൂസ് ചെയ്ത് ഡേ ടൈം ടു നൈറ്റ് ടൈം ലാപ്സ് ആനിമേഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. മിനിമാക്സ് H3 യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈം ലാപ്സ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. മിനിമാക്സ് H3 ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ആഡ് എൻഡ് ഫ്രെയിം എന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് ഫ്രെയിം, ലാസ്റ്റ് ഫ്രെയിം ആഡ് ചെയ്യാനുള്ള 2 ഓപ്ഷനുകൾ ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ ഫസ്റ്റ് ഫ്രെയിമായി ഡേ ടൈം റെൻഡർ ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. ഇനി GPT-2 യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത ആ ഒരു നൈറ്റ് ടൈം റെൻഡർ ലാസ്റ്റ് ഫ്രെയിമായി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അങ്ങനെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫ്രെയിം നമ്മൾ ഇതിൽ ആഡ് ചെയ്തതായി ഇവിടെ കാണാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ആനിമേഷൻ സ്മൂത്തായി നമുക്ക് ലഭിക്കുന്നതിനായി ഒരു പ്രോംപ്റ്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. ആസ്പെക്ട് റേഷ്യോ 16:9 തന്നെയാണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത്. ഡ്യൂറേഷൻ 8 seconds തന്നെയാണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത്. വീഡിയോ ക്വാളിറ്റി 2K റെസൊല്യൂഷനാണ് ഈ ഒരു മോഡലിലൂടെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഈ ജനറേറ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മളുടെ വീഡിയോ ജനറേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് പ്ലേ ചെയ്ത് ചെക്ക് ചെയ്യാം. വളരെ റിയലിസ്റ്റിക് ആയ ഒരു ടൈം ലാപ്സ് ആനിമേഷനാണ് നമുക്കിത് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലൂടെ വ്യത്യസ്ത മോഡലുകൾ യൂസ് ചെയ്ത് ഇമേജസിനെ എഡിറ്റ് ചെയ്യാനും വീഡിയോസിനെ ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ വർക്ക് ഫ്ലോ ഒരുപാട് ഈസി ആക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് ചെയ്ത് ഇതിലെ ഡെയിലി ക്രെഡിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇതിലെ ടൂൾസിനെ ഫ്രീ ആയി ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ മന്ത്ലി, ഇയർലി, ക്രെഡിറ്റ് പാക്ക് എന്നിങ്ങനെ ധാരാളം പ്ലാനുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് HMedia എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഇനി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് പറയാം. സെലക്ട് ചെയ്യുന്ന 3 വിന്നേഴ്സിനാണ് വിഷ്വൽ GPTയുടെ 1000 ക്രെഡിറ്റ്സ് ലഭിക്കുന്നത്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുള്ള വിഷ്വൽ GPTയുടെ അഫിലിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിൽ ഫ്രീ ആയി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കമൻറ്റ് സെക്ഷനിൽ വിഷ്വൽ GPT എന്ന് ടൈപ്പ് ചെയ്ത് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നിങ്ങൾ എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്ത 3 കമൻസിൽ നിന്നും വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് HMedia വാട്സപ്പ് ചാനലിലൂടെ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഈ ഒരു AI പ്ലാറ്റ്ഫോം ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക. 3D വിഷ്വലൈസേഷൻ സീരിയസ് ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ ലൈവ് കോഴ്സുകൾ HMediaയിൽ അവൈലബിൾ ആണ്. ബെറ്റർ റെൻഡർ ക്വാളിറ്റിയിൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം, 3D വിഷ്വലൈസേഷനിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടോടു കൂടി ഓൺലൈനിൽ ലൈവ് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാനായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.